നമസ്കാരം. വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിത് സി കണ്ണൻ. ഇന്ന് പുറത്തുവന്ന പ്രധാനപ്പെട്ട വാർത്തകളെ ആഴത്തിൽ പരിശോധിക്കുകയാണ്. വാർത്താമഴ ഇപ്പോൾ ലഭിക്കുന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ആദ്യം കടക്കുന്നു. രാജസ്ഥാനിലെ ബാർമീറിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ആളുകൾ വീടുകളിൽ തുടരണം. ജില്ലാ ഭരണകൂടം റെഡ് അലേർട്ട് ആ മേഖലയിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിൽ വാസുദേവ് തത്സമയം ജയ്സാൽമീറിൽ നിന്നും ചേരുന്നു. അനിൽ, എന്താണ് നിലവിലെ സാഹചര്യം? ഇപ്പോൾ ഒരു റെഡ് അലർട്ട് പ്രഖ്യാപിക്കേണ്ട സാഹചര്യം അത് എന്തുകൊണ്ടുണ്ടായി? ജില്ലാ ഭരണകൂടം എന്തൊക്കെ വിശദാംശങ്ങൾ നൽകുന്നുണ്ട്? പ്രജീൻ, ബാർമീർ ജില്ലാ ഭരണകൂടത്തിൽ നിന്നാണ് ഇപ്പോൾ ഒരു അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. ഒരു റെഡ് അലർട്ട് തന്നെയാണ്. അതായത് ഒരു ഡ്രോൺ ആക്ടിവിറ്റി ഇൻകമിംഗ് എന്നതാണ് അവരുടെ സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെയുള്ള അറിയിപ്പ് വന്നിരിക്കുന്നത്. ബാർമീർ പോലീസും ഇത് സ്ഥിരീകരിച്ചുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു അറിയിപ്പ് ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ മേഖലകളിൽ ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തുകയും ഡ്രോൺ അറ്റാക്സ് കഴിഞ്ഞ ദിവസങ്ങൾ, ഇതിന് മുന്നേയുള്ള ദിവസങ്ങളിൽ ഉണ്ടായ പ്രദേശമാണ്. ഈ ബാർമീറിലെ ഉത്തർലായി എയർ ബേസിനെ ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാൻ ദിവസങ്ങളായി ആക്രമണം നടത്തുകയും ഇല്ലെങ്കിൽ അത്തരം ആക്ടിവിറ്റീസ് നടക്കുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ വെടിനിർത്തലിന് പിന്നാലെ ഇവിടത്തേക്ക് തന്നെ കാര്യങ്ങൾ കുറഞ്ഞതാണ്, അല്ലെങ്കിൽ ആക്രമണങ്ങൾ കുറഞ്ഞതാണെന്നാണ് കരുതിയത്. പക്ഷേ ഇന്ന് രാത്രിയിലും വീണ്ടും ഒരു ഡ്രോൺ സാന്നിധ്യം ഇല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സ്പോട്ട് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതോടുകൂടി നാട്ടുകാർ ആരും തന്നെ വീടിന് പുറത്തേക്ക് ഇറങ്ങരുത് എന്നുള്ള കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ പ്രദേശത്ത് ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നേരത്തെ തന്നെ ബ്ലാക്ക് ഔട്ടിലായിരുന്നു പ്രദേശം. 8 മണി മുതൽ നാളെ 6 മണി വരെ ഈ ബാർമീറിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബ്ലാക്ക് ഔട്ട്. ഒപ്പം തന്നെ ജയ്സാൽമീറിൽ 7:30 മുതലും ഇപ്പോൾ ബ്ലാക്ക് ഔട്ടിലാണ്. അപ്പോൾ അങ്ങനെ വലിയ ജാഗ്രതയിലേക്ക് കടന്നു പോകുമ്പോഴാണ് ആശങ്കയായി ഇപ്പോൾ അവിടെ ഒരു ഡ്രോൺ സാന്നിധ്യം കണ്ടിരിക്കുന്നത്. പക്ഷേ എന്താണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ തന്നെ വന്നിരിക്കുന്നു. പക്ഷേ അതീവ ജാഗ്രത എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നു. ഇന്നലെ രാത്രിയും ഇവിടെ പല രീതിയിലുള്ള എക്സ്പ്ലോഷൻസ് ഉണ്ടായിട്ടുണ്ട്, ബാർമീറിലും ഒപ്പം തന്നെ ജയ്സാൽമീറിലും ഒക്കെ തന്നെ. അപ്പോൾ വീണ്ടും ഒരു രാത്രിയിലേക്ക് വരുമ്പോൾ വീണ്ടും ആശങ്കപ്പെടുത്തുന്ന വാർത്തകളാണ് വരുന്നത്. കാരണം പകൽ സമയത്തൊക്കെ തന്നെ വളരെ ശാന്തമായി, ഇല്ലെങ്കിൽ ആളുകളൊക്കെ തന്നെ സാധാരണ ജീവിതത്തിലേക്ക് കടന്നു പോകുന്ന ഒരു ഘട്ടം വരുന്നു. പക്ഷേ രാത്രിയായാൽ കൃത്യമായി ഇത്തരങ്ങൾ ആക്രമണങ്ങളിൽ പതിവായി ഇത്തരം ആശങ്കപ്പെടുത്തുന്ന വാർത്തകൾ ഉണ്ടാകുന്നു എന്നുള്ള ഒരു കാര്യം തന്നെയാണ്, ശ്രദ്ധേയമായ കാര്യം തന്നെ. എന്തായാലും ഇത് മറ്റു അനിഷ്ട സംഭവങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്കോ തന്നെ പോകില്ല എന്ന് തന്നെ കരുതാം. ഇല്ലെങ്കിൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഇന്ത്യൻ പ്രതിരോധ സംവിധാനം ഈ ഡ്രോണുകളെയൊക്കെ തന്നെ തകർത്തതുപോലെ ഇല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും തകർത്തെറിയുമെന്ന് നമുക്ക് കരുതാം. എന്തായാലും ജനജീവിതം സാധാരണഗതിയിലേക്ക് പോകുന്നു, ആളുകളൊക്കെ തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നു, കടകൾ തുറക്കുന്നു എന്ന തരത്തിൽ വലിയ സന്തോഷത്തിൻ്റെ ഒരു പകലാണ്, അല്ലെങ്കിൽ ആശ്വാസത്തിൻ്റെ പകലാണ് കടന്നു പോകുന്നത്. പക്ഷേ രാത്രിയാകുമ്പോഴേക്കും വീണ്ടും ഇത്തരം ചില ആശങ്കപ്പെടുത്തുന്ന വാർത്തകൾ വരുന്നു. പ്രജിൻ, യെസ്, അതാണ് അവിടുത്തെ സാഹചര്യം. ബാർമീറിലാണ് ഇപ്പോൾ അവിടുത്തെ ജില്ലാ ഭരണകൂടം ഒരു റെഡ് അലർട്ട് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു ഡ്രോൺ ആക്ടിവിറ്റി സംശയിക്കുന്നു എന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. അതിനാൽ തന്നെയാണ് ഇപ്പോൾ ആ ഒരു റെഡ് അലർട്ട് അവിടെ നൽകിയതും ജനങ്ങളോട് വീടുകളിൽ തന്നെ തുടരണമെന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നതും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകാം. ഇന്ത്യയെ ആക്രമിച്ചാൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് പാകിസ്ഥാന് ബോധ്യപ്പെട്ടുവെന്ന് ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കുന്നു. വെടിനിർത്തൽ ലംഘിച്ചാൽ തിരിച്ചടിക്കാൻ സൈന്യത്തിന് അനുമതി നൽകിയെന്നും DGMO ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഗായ് വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂർ എന്തായിരുന്നുവെന്നും സേനാ തലവന്മാർ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു. പാക് വ്യോമത്താവളങ്ങളും സൈനിക കേന്ദ്രങ്ങളും തകർത്തതിന്റെ തെളിവുകളും സൈന്യം പുറത്തുവിട്ടു. It took only a couple of hours for the Pakistan army to violate these arrangements by cross-border and across the line of control firing, followed by drone intrusions across the expanse of the Western Front through last night and in the early hours of the morning today. These violations were responded to robustly and dealt with as they must be. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ലക്ഷ്യം വെച്ചത് ഭീകരവാദികളെയും ഭീകരപരിശീലന കേന്ദ്രങ്ങളെയുമെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഇന്റലിജൻസ് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഗായ് പറഞ്ഞു. വിമാനം റാഞ്ചിയതും പുൽവാമയിൽ ഭീകരാക്രമണം നടത്തിയവരും ഉൾപ്പെടെ 100-ലേറെ ഭീകരർ കൊല്ലപ്പെട്ടു. ഭീകരപരിശീലന കേന്ദ്രങ്ങൾ കണ്ടെത്തി നശിപ്പിച്ചു. ബഹാവൽപൂരിലും മുരുദ്കയിലും ഭീകരതാവളങ്ങൾ തകർത്ത ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടികൾ എന്താണെന്ന് എയർ മാർഷൽ AK ഭാരതി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു. ആക്രമണ ശേഷമുള്ള ദൃശ്യങ്ങളും അതിനു മുമ്പുള്ള ചിത്രങ്ങളും സേനാ തലവന്മാർ പുറത്തുവിടുകയും ചെയ്തു. To target only terrorists and thus prevent collateral damage. There were 9 camps, all familiar with, which were confirmed by our various intelligence agencies to be inhabited. Nefarious places such as Muridke, the hub center of the Lashkar-e-Taiba, left more than 100 terrorists killed, including high-value targets that were involved in the hijack
of IC-814 and the Pulwama blast. ആക്രമണത്തിൽ നിരവധി പാക് പോർ വിമാനങ്ങൾ തകർത്തെന്നും സേന പറയുന്നു. ഇന്ത്യൻ തിരിച്ചടിയിൽ 40 പാക് സൈനികർ കൊല്ലപ്പെട്ടു. 5 ഇന്ത്യൻ സൈനികർ വീരമൃത്യു വരിച്ചുവെന്നും സേന വ്യക്തമാക്കി. There are, of course, on the line of control other ways to find out as to what has been the effect of what you are doing there in ceasefire violations. So therefore, I mentioned 35 to 40 on the line of control, and please remember that once Operation Sindoor was launched, the responses of the Pakistan Army were also on Indian Army or the Indian Armed Forces infrastructure. Let me put it that way. ഇന്നലെ വൈകിട്ട് 3:35 പാക് DGMO വിളിച്ചു. വെടിനിർത്താൻ പാകിസ്ഥാൻ അങ്ങനെ അപേക്ഷിക്കുകയായിരുന്നു. വെടിനിർത്തൽ ധാരണ പ്രഖ്യാപിച്ച ശേഷം 7 മണിയോടെ പാകിസ്ഥാൻ അത് ലംഘിച്ചു. ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാവിലെ വരെ പാകിസ്ഥാൻ പ്രകോപനം ഉണ്ടാക്കുകയും ചെയ്തു. ഇന്ന് രാത്രി പാകിസ്ഥാൻ ആക്രമണം ആവർത്തിച്ചാൽ സേന കമാൻഡേഴ്സിന് തിരിച്ചടിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട് എന്നും സേനാ തലവന്മാർ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. We have earlier today sent another hotline message to my counterpart highlighting these violations of the understanding between the DGMOs on the 10th of May and our firm and clear intent to respond to these fiercely and punitively, if repeated tonight, subsequently or later. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അജീഷ്, ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ 3 സേനയുടെയും തലവന്മാരും ഒപ്പം സൈനിക ഓപ്പറേഷൻസ് മേധാവി ഒക്കെ തന്നെ പങ്കെടുത്ത വാർത്താ സമ്മേളനത്തിലാണ് എന്താണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്നും ഈ കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായ ആക്രമണവും പ്രത്യാക്രമണവും എന്താണെന്നൊക്കെ കൃത്യമായി വിശദീകരിച്ചു. ഒപ്പം ഇനിയും ഒരു പ്രകോപനം ഉണ്ടായിക്കഴിഞ്ഞാൽ ശക്തമായി തന്നെ തിരിച്ചടിക്കുകയും ചെയ്യുമെന്ന് പറയുന്നു. മാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂർ അത് നിർത്തിയിട്ടില്ല, അത് തുടരുകയാണ് എന്നുകൂടി സൂചിപ്പിക്കുകയായിരുന്നില്ലേ സേനാതലവന്മാർ? ഈ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയതിന് ശേഷം ആദ്യമായാണ് 3 സേനകളുടെയും ഡയറക്ടർ ജനറൽമാരും DGMOയും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇതെന്താണെന്ന് വിശദീകരിക്കാൻ എത്തുന്നത്. എൻ്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു ഇന്നത്തെ വാർത്താ സമ്മേളനം തുടങ്ങിയത്. നിരപരാധികളായ വിനോദസഞ്ചാരികളെയും സേനകൾക്കെതിരെയും ആക്രമണം നടത്തിയപ്പോഴാണ് ശക്തമായ ഒരു തിരിച്ചടി കൊടുക്കണമെന്ന് സേനയ്ക്ക് തോന്നിയത്. അങ്ങനെയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഒരു ആലോചനയിലേക്ക് എത്തിയത്. അതിനായി അവർ തിരഞ്ഞെടുത്തത് ഭീകരരെയും ഭീകര താവളങ്ങളെയുമായിരുന്നു. അങ്ങനെ പാകിസ്ഥാനിലെ 9 പാക് അധീനവേശ കശ്മീരിലെ 9 ഭീകര കേന്ദ്രങ്ങളും തിരഞ്ഞെടുത്തു. ആ 9 കേന്ദ്രങ്ങൾ എങ്ങനെയാണ് തകർത്തതെന്നടക്കം വീഡിയോ പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു അവർ വിശദീകരിച്ചത്. അതിനു മുമ്പും, അതായത് ഈ താവളങ്ങൾക്ക് മുൻപും അതിനുശേഷമുള്ള ദൃശ്യങ്ങൾ അവർ കാണിച്ചു. ഈ ആക്രമണത്തിൽ 100-ലധികം ഭീകരർ കൊല്ലപ്പെട്ടതായതിൽ പുൽവാമ ആക്രമണത്തിൽ പങ്കാളികളായവരും ഒപ്പം തന്നെ കാണ്ഡഹാർ വിമാനറാഞ്ചലിൽ ഭാഗമായവരുൾപ്പെടെ ഉള്ളവരുണ്ടെന്നും അവർ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, പാക് സൈനിക കേന്ദ്രങ്ങളും അവിടുത്തെ ആളുകളെയും ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നില്ല ഈ ആക്രമണം നടത്തിയെന്നും വ്യക്തമാക്കി. പക്ഷേ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് കനത്ത ഡ്രോൺ ആക്രമണവും ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളെയും സൈനിക സ്ഥാപനങ്ങളെയും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനെയും കേന്ദ്രീകരിച്ച് ആക്രമണം ഉണ്ടായപ്പോൾ മാത്രമാണ് തിരിച്ചടിക്കാൻ തീരുമാനിച്ചതെന്നാണ് അറിയിച്ചത്. ഇങ്ങനെ 40ഓളം സൈനികർ, 35 മുതൽ 40ഓളം പാക് സൈനികർ അതിർത്തിയിൽ കൊല്ലപ്പെട്ടുവെന്ന് വ്യക്തമാക്കി. 5 ഇന്ത്യൻ സൈനികർക്കും ജീവൻ നഷ്ടമായി പാകിസ്ഥാന്റെ ആക്രമണത്തിൽ. മാത്രമല്ല, ഇതിൽ ഉപയോഗിച്ച ആയുധങ്ങൾ, അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ, അതിൻ്റെ രഹസ്യ സ്വഭാവം ഉള്ളതുകൊണ്ട് കൂടുതൽ പറയാൻ വ്യക്തമാക്കില്ല. പക്ഷേ പാകിസ്ഥാനകത്ത് എത്ര വ്യോമതാവളങ്ങൾ ഇന്ത്യ ആക്രമിച്ചു, അതിൻ്റെ ദൃശ്യങ്ങളടക്കം അതിൻ്റെ തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ടാണ് ഇന്ത്യ പ്രതിരോധ സേന ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയത്. എന്തായാലും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇന്നും വീണ്ടും ഇത്തരത്തിലുള്ള പ്രകോപനം ഉണ്ടായാൽ ശക്തമായ തിരിച്ചടി തന്നെ ഉണ്ടാകുമെന്നും പ്രതിരോധ സേന അറിയിച്ചിട്ടുണ്ട്. യെസ്, അജീഷ് ജയകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും. വെടിനിർത്തിയാലും പാകിസ്ഥാന്റെ ഭീകരതയോട് വിട്ടുവീഴ്ചയില്ലെന്ന് വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അടിച്ചാൽ പാകിസ്ഥാനെ തിരിച്ചടിക്കും. വെടിനിർത്തൽ ധാരണയ്ക്ക് മുൻപ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിനോടാണ് പ്രധാനമന്ത്രി ഈ നിലപാട് വ്യക്തമാക്കിയത്. ഇന്ത്യൻ സൈനിക കരുത്ത് റാവൽപിണ്ടിയിലെ പാക് സേന ആസ്ഥാനത്ത് വരെ പ്രകമ്പനമുണ്ടാക്കിയെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പറഞ്ഞു. വെടിനിർത്തലിലേക്ക് പാകിസ്ഥാനെ നയിച്ചത് ഇന്നലെ ഇന്ത്യ നൽകിയ പ്രഹരം. വെടിനിർത്തൽ ധാരണയ്ക്ക് മുൻപ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസുമായുള്ള സംഭാഷണത്തിൽ പ്രധാനമന്ത്രി ഇന്ത്യൻ നിലപാട് വ്യക്തമാക്കി. അടിച്ചാൽ തിരിച്ചടിക്കും. വെടിനിർത്തൽ നിലവിൽ വന്നാലും ഭീകരതയോട് വിട്ടുവീഴ്ചയില്ല. അതിർത്തി കടന്നുള്ള ഭീകരത അവസാനിക്കും വരെ സിന്ധു നദീജല ഉടമ്പടി നിർത്തിവച്ചിരിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. എന്തെങ്കിലും പോംവഴിയുണ്ടോ എന്ന ചോദ്യത്തിന് പാകിസ്ഥാൻ പിൻവാങ്ങണമെന്നായിരുന്നു മോദിയുടെ മറുപടി. കശ്മീരിൽ മധ്യസ്ഥത ആവശ്യമില്ലെന്നും ഇന്ത്യ.
അതിർത്തികളിൽ മാത്രമല്ല, പാകിസ്ഥാന്റെ സേനാ ആസ്ഥാനമായ റാവൽപിണ്ടി വരെ ഇന്ത്യൻ സൈനിക കരുത്തിന്റെ പ്രകമ്പനമറിഞ്ഞെന്ന പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. हमने केवल सीमा से सटे सैन्य ठिकानों पर ही नहीं कार्रवाई की, बल्कि भारत की सेनाओं की धमक उस रावलपिंडी तक सुनी गई, जहां पाकिस्तानी फौज का हेडक्वार्टर मौजूद है. हमने दिखाया है भारत आतंकवाद के खिलाफ जब भी कोई कार्रवाई करेगा तो आतंकवादियों और उनके आकाओं के लिए सरहद पार की जमीन भी सुरक्षित नहीं रहेगी. അതേസമയം ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്ന് വ്യോമസേനയും വ്യക്തമാക്കി. വെടിനിർത്തലിന് ശേഷമുള്ള സാഹചര്യങ്ങൾ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വിലയിരുത്തി. പ്രതിരോധ, വിദേശകാര്യമന്ത്രിമാർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്, സംയുക്ത സൈനിക മേധാവി, 3 സേനാവിഭാഗം തലവന്മാർ എന്നിവർ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. 24 ഡൽഹി. എന്തായാലും വെടിനിർത്തൽ ധാരണ നിലവിൽ വന്നു. കഴിഞ്ഞ രാത്രിയിലൊക്കെ വലിയ പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ പകൽ സമയം വളരെ ശാന്തമായിരുന്നു. നമ്മുടെ അതിർത്തി പ്രദേശങ്ങൾ, ജനജീവിതം പഴയപടിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ഇന്നിപ്പോൾ എന്താണ് നിലവിലെ അവിടുത്തെ അവസ്ഥ എന്ന് നോക്കാം. അല്പസം മുൻപ് ജയ്സാൽമീർ എന്നും അനിൽ വാസുദേവ് പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ ചിലയിടങ്ങളിലൊക്കെ തന്നെ റെഡ് അലേർട്ട് വന്നിട്ടുണ്ട്. ബാർമീറിലാണ് അവിടെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലാ ഭരണകൂടം. ഒരു ഡ്രോൺ ആക്ടിവിറ്റിയോടെ സംശയിക്കുന്നു എന്നൊക്കെയുള്ള ചില വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട്. മറ്റിടങ്ങളിൽ എന്താണ് സാഹചര്യം എന്നുകൂടി നമുക്ക് നോക്കാം. ആദ്യം ശ്രീനഗറിൽ നിന്ന് ബൽറാം നെടുങ്ങാടി, ഒപ്പം ജമ്മുവിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ, ഒപ്പം അമൃത്സറിൽ നിന്ന് വിനീത വിജി കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ആദ്യം ശ്രീനഗറിലേക്ക് പോവാം. ബൽറാം, ശ്രീനഗറിലെ സ്ഥിതി എന്താണ്? നേരത്തെ ബൽറാം അവിടുത്തെ പ്രദേശവാസികളോട് സംസാരിച്ചപ്പോൾ അവരെല്ലാം തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തെ സ്വാഗതം ചെയ്യുന്നു, പക്ഷേ എങ്കിൽ പോലും അവർക്ക് ആശങ്കകളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജനജീവിതം പൂർണ്ണമായി പഴയ രീതിയിലേക്ക് എപ്പോൾ വരും? പ്രത്യേകിച്ചും ഈ പഹൽഗാമിലൊക്കെ എന്താണ് നിലവിലെ സ്ഥിതി എന്നറിയാൻ ഒരുപക്ഷെ നമ്മുടെ ജനങ്ങൾക്കെല്ലാം താല്പര്യവുമുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ, അവിടെ നിന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ടോ? പഹൽഗാമിലൊക്കെ പഴയപടിയിലേക്ക് ജനജീവിതം മാറിയിട്ടുണ്ടോ? പ്രജിൻ, കഴിഞ്ഞ 24 മണിക്കൂറായി ജമ്മു കശ്മീരിൽ അതിർത്തിയിലോ നഗരപ്രദേശങ്ങളിലോ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം ഈ 9:30 അവസാനമായി ഇത്തരത്തിലുള്ള സ്ഫോടന ശബ്ദങ്ങൾ ജമ്മു കശ്മീരിൻ്റെ ശ്രീനഗറിൻ്റെ ആകാശത്ത് നിന്നും കേട്ടത്. പിന്നീട് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ ആശങ്കയ്ക്ക് വക നൽകുന്ന ഒന്നും തന്നെയോ ഇവിടെ എവിടെയും തന്നെ ഉണ്ടായിട്ടില്ല. അതിർത്തിയിലും യാതൊരു തരത്തിലുള്ള വെടിയൊച്ചകളും കേട്ടിട്ടില്ല. പൂർണ്ണമായും ശാന്തമാണ് നിലവിൽ ഇതുവരെയും സ്ഥിതിഗതികൾ ഉള്ളത്. കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നായിരുന്നു, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് നിന്നാണ് നമ്മുടെ ക്യാമറമാൻ ജോഗേഡ് സിംഗ് ഈ ആകാശത്ത് നിന്നും ഡ്രോണുകൾ അടക്കമുള്ളവയുടെ ദൃശ്യങ്ങൾ പകർത്തിയത്. എന്നാൽ ഇന്ന് തീർത്തും ശാന്തമാണ്. എന്നാൽ രാവിലെ ഉണരുന്ന ഘട്ടത്തിൽ ജനങ്ങൾക്ക് ആശങ്കയുണ്ടായിരുന്നു. രാവിലെ പുറത്തിറങ്ങാൻ അല്പം മടി കാണിച്ചിരുന്നു ജനങ്ങൾ. കാരണം പുലർച്ചെ 5:30 വരെ ബ്ലാക്ക് ഔട്ട് നിലനിന്നിരുന്നു, ഇന്നലെ രാത്രി മുതൽ ഇന്ന് പുലർച്ചെ വരെയും. എന്നാൽ ഇന്ന് ബ്ലാക്ക് ഔട്ട് ഇല്ല, സാധാരണ നിലയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വൈകിട്ടായപ്പോഴേക്കും പൂർണ്ണമായും സ്ഥിതിഗതികൾ ശാന്തമായി. ആളുകളെല്ലാം തന്നെ സാധാരണ നിലയിലേക്ക് ഏതാണ്ട് എത്തിയതുപോലെയായിരുന്നു. എന്നാൽ വൈകിട്ടാകുമ്പോഴേക്കും ആളുകൾ പെട്ടെന്ന് മുൻപുണ്ടായിരുന്ന സമയത്തോളം പുറത്ത് ചെലവഴിക്കുന്നില്ല. വളരെ പെട്ടെന്ന് ഈ ഒരു സമയമായപ്പോഴേക്കും എല്ലാവരും വീടുകളിലേക്ക് എത്തിയിരിക്കുന്നു. എന്നാൽ തെരുവിളക്കുകളെല്ലാം സാധാരണ നിലയിൽ കത്തുന്നുണ്ട്. ബ്ലാക്ക് ഔട്ടോ അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ജാഗ്രതാ മുന്നറിയിപ്പോ ഇതുവരെ നൽകിയിട്ടില്ല. എന്നാൽ നിയന്ത്രണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മറ്റ് നിയന്ത്രണങ്ങൾ എല്ലാം നിലനിൽക്കുന്നു. വിമാനത്താവളങ്ങൾ പ്രവർത്തിക്കുന്നില്ലാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പെഹൽഗാമിൽ ഇപ്പോഴും സാധാരണ നിലയിലേക്ക് എത്തിയിട്ടില്ല. ഭീകരാക്രമണത്തിന് പിന്നാലെ തന്നെ ആ പ്രദേശത്തേക്ക് ഈ ബൈസരൻ കുന്ന് ഏതാണ്ട് 1 മണിക്കൂറോളം പെഹൽഗാം താഴ്വരയിൽ നിന്നും നടന്നു കയറാനുള്ള സ്ഥലമാണ്. ആ താഴ്വര, ഈ ബൈസരൻ താഴ്വരയിലേക്ക് പോകുന്ന വഴി ഇപ്പോഴും അടച്ചു തന്നെ കിടക്കുകയാണ്. അവിടെ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പെഹൽഗാമിലും അതൊരു വിനോദസഞ്ചാരികളെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന ഒരു ടൗൺ ആയതുകൊണ്ട് തന്നെ അവിടെയും ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായും അടഞ്ഞു കിടക്കുകയാണ്. പകൽ 2-3 കടകൾ മാത്രം തുറക്കുന്ന സാഹചര്യമായിരുന്നു ഈ ബൈസരൻ താഴ്വര പൂട്ടിയ ശേഷം പെഹൽഗാമിലേത്. ഇപ്പോഴും അതേ അവസ്ഥ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികൾ പെഹൽഗാം എന്നല്ല, ഈ സംഘർഷം ആരംഭിച്ച ഘട്ടം മുതൽ എവിടെയും ജമ്മു കശ്മീരിലെ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലും എത്തുന്നില്ല എന്ന് തന്നെയാണ് നമ്മൾ ഇന്ന് വൈകിട്ടും രാവിലെയും ഈ ദാൽ തടാകത്തിലെ ദൃശ്യങ്ങൾ കണ്ടിരുന്നു. അവിടെ ഉള്ളത് നാട്ടുകാർ മാത്രമാണ്.
പുറമേ നിന്നുള്ള ആളുകൾ ആരും തന്നെ ഈ പ്രദേശങ്ങളിൽ എവിടെയും എത്തുന്നില്ല എന്നുള്ളതാണ് നിലവിലുള്ള സാഹചര്യം. അത് മാറി വിനോദസഞ്ചാരികൾ എത്രയും പെട്ടെന്ന് തിരികെ എത്തട്ടെ എന്ന പ്രാർത്ഥനകളാണ് ജമ്മു കശ്മീരിലെ ജനങ്ങളുമായി സംസാരിക്കുമ്പോൾ അവർ പങ്കുവയ്ക്കുന്നത്. വിനോദസഞ്ചാര മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ജനങ്ങളും. അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികൾ എത്തണം എന്ന ഒരു ആഗ്രഹമാണ് അവർ ഈ സാധാരണ നിലയിലേക്ക് നീങ്ങുമ്പോൾ നമ്മളോട് പങ്കുവയ്ക്കുന്നതും. പ്രജിൻ. ബൽറാം നെടുങ്ങാടിയാണ് ശ്രീനഗറിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ഇനി നമുക്ക് പഞ്ചാബിലേക്ക് പോകാം. അവിടെ അമൃത്സറിൽ നിന്നും വിനീത വിജി ചേരുന്നുണ്ട്. വിനീത, അമൃത്സറിലും ഈ പറയുന്നത് പോലെ ഇന്നത്തെ സാഹചര്യം എന്താണ്? അവിടെ ഈ നേരത്തെ രാജസ്ഥാനിലൊക്കെ തന്നെ ചിലയിടങ്ങളിൽ ബ്ലാക്ക് ഔട്ട് ആണെന്ന് പറഞ്ഞിരുന്നു. ഇവിടുത്തെ അമൃത്സറിലെയും ഒപ്പം തന്നെ പരിസര പ്രദേശങ്ങളിലൊക്കെ സ്ഥിതി എന്താണ്? പ്രജൻ, ഞാനിപ്പോൾ നിൽക്കുന്നത് അമൃത്സറിലാണ്. അമൃത്സറിലെ ഒരു പച്ചക്കറി കട നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ ജനജീവിതം ഈ നഗരമേഖലകളിലൊക്കെ കൂടുതൽ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. രാത്രികാലങ്ങളിലൊക്കെ ഇന്നലെയൊക്കെ ഈ മേഖലകളിൽ പൂർണ്ണമായും ബ്ലാക്ക് ഔട്ട് ആയിരുന്നു. ആളുകൾ കടകളൊക്കെ പൂട്ടി അവരുടെ വീടുകളിലൊക്കെ തന്നെ ഇരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഒരു സാധാരണ നിലയിലേക്ക് ജനജീവിതം മാറിയ കാഴ്ച തന്നെയാണ് നമുക്ക് ഈ അമൃത്സറിൽ നിന്ന് കാണാൻ കഴിയുന്നത്. പക്ഷേ അതേസമയം ഗുരുദാസ്പൂരിലും ഒപ്പം തന്നെ ഫാസിൽക്കയിലും 2 മേഖലകളിലും ഇപ്പോൾ ഈ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഒരു മുൻകരുതൽ എന്ന രീതിയിൽ തന്നെയാണ് ആ നടപടി എന്നും അറിയിച്ചിട്ടുണ്ട്. അതിൽ യാതൊരു തരത്തിലേക്കുള്ളൊരു ആശങ്കയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ഇവരൊക്കെ ഈ കച്ചവടമൊക്കെയായി ഇങ്ങനെ കൂടുതൽ സജീവമായിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് അമൃത്സറിൽ നിന്നൊക്കെ കാണാൻ കഴിയുന്നത്. കൈസ ചലേगा? ठीक है जी, मद्दावारी तो आई है लफड़े में। नहीं जी, सुनसान पड़ा है। डर नहीं है? आज पूरा नॉर्मल सिचुएशन है इधर ये? हाँ जी, हाँ जी, हाँ, डरने कोई बात नहीं है। ठीक है। हाँ जी, थैंक यू। कोई बात नहीं है जी। സ്ഥിതിഗതികളൊക്കെ തന്നെ പൂർണ്ണമായും പഴയ രീതിയിലേക്ക് എത്തിയിരിക്കുന്നു. പക്ഷേ അവർക്ക് കച്ചവടമൊന്നുമില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഒപ്പം ഒരുപക്ഷെ ഇനി കൂടുതൽ വരും ദിവസങ്ങളിലൊക്കെ കൂടുതൽ ആളുകളൊക്കെ വന്ന് ഇങ്ങനെ കൂടുതൽ കച്ചവടമൊക്കെ സജീവമാകുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അമൃത്സറിലെ ഒരു പച്ചക്കറി മാർക്കറ്റിലാണ്. ഇന്നലെയൊക്കെ ഇവിടെ പൂർണ്ണമായും ഇരുട്ടായിരുന്നു, പൂർണ്ണമായും ബ്ലാക്ക് ഔട്ട് ആയിരുന്നു. കൈസേ बढ़िया बिजनेस चल रहा है, अभी मंदा ठंडा ही चल रहा है। बारिश की वजह से और ज़्यादा काम खराब हो गया जी। नहीं, आज तो ठीक है, कल तो 8:30-9 बजे तक ब्लैकआउट हो गया था। आज तो अभी तक नहीं हुआ है ब्लैकआउट। हाँ, नहीं अभी तो ऐसा कोई डरने के माहौल नहीं है। हाँ जी, തീർച്ചയായും അവർ പറയുന്നവർക്ക് ഇനി അങ്ങനെ ഒരു പേടിക്കേണ്ട ഒരു സാഹചര്യമൊന്നുമില്ല. സ്ഥിതിഗതികളൊക്കെ ഒരു പഴയ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ വിവിധ മേഖലകളിൽ ഇപ്പോൾ ഇത് പച്ചക്കറി കടകളാണ്. അതിൻ്റെ മറുവശത്ത് ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കുന്ന മേഖലകളുണ്ട്. ആളുകൾ അത് വാങ്ങുന്നതിനും ഒക്കെയായി എത്തുന്നു. ഒരു ഭാഗത്ത് ആളുകൾ ഭക്ഷണം കഴിക്കുന്നതിനും ഒക്കെ കുടുംബമായൊക്കെ തന്നെ എത്തുന്നു. അങ്ങനെ നമുക്ക് ഈ അമൃത്സറിൽ ഇങ്ങനെ ജനജീവിതം കൂടുതൽ സജീവമാവുന്ന കാഴ്ച തന്നെയാണ് നമുക്ക്. വിനീത, എന്തായാലും അവരുടെ പേടിയൊക്കെ മാറട്ടെ, പൂർണ്ണമായും മാറട്ടെ. അവർ ആ രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. പേടിയില്ല ഇപ്പോൾ എന്ന് പറയുന്നു. ഇന്നലത്തെ പോലെ എല്ലാ സാഹചര്യങ്ങൾ എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ തുടരട്ടെ, ആ രീതിയിൽ എല്ലായിടങ്ങളിലും സമാധാനം നിലനിൽക്കട്ടെ. അമൃത്സറിൽ നിന്നും വിനീത വിജിയാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ഇനി ഒന്ന് ജമ്മുവിലേക്ക് കൂടി പോകുന്നു. അവിടെ ഒന്നും ശ്രീനാഥ് ചന്ദ്രൻ ചേരുകയാണ്. ശ്രീനാഥ്, ജമ്മുവിലെ സ്ഥിതി എന്താണ്? നേരത്തെ നമ്മൾ ചില പ്രതികരണങ്ങളൊക്കെ കണ്ടതാണ്. എന്താണ് കുട്ടികളൊക്കെ ഈ പറയുന്ന പോലെ വീണ്ടും സ്കൂളുകളിലേക്ക് എപ്പോൾ എത്തും എന്ന് അവർക്കൊന്നും വലിയ തിട്ടമില്ല. കാരണം സ്കൂളുകളൊക്കെ എപ്പോൾ തുറന്ന് പ്രവർത്തിക്കും എന്ന കാര്യത്തിലൊന്നും ഒരു തീരുമാനമായില്ല എന്ന് തോന്നുന്നു അവിടെ പല മേഖലകളിലും. അപ്പോൾ എന്താണ് ജനങ്ങൾ ഇപ്പോൾ നടത്തുന്ന പ്രതികരണം? ശ്രീനാഥ്. നേരത്തെ ശ്രീനഗറിൽ നിന്ന് ബൽറാം പറഞ്ഞതിന് ഏതാണ്ട് സമാനമായ കാഴ്ചകൾ തന്നെയാണ് ജമ്മുവിലും ഉള്ളത്. കഴിഞ്ഞ രാത്രി ഒരല്പസമയം കുറച്ച് മണിക്കൂറുകൾ വലിയ പേടിയോടെ ഭയത്തോടെ കഴിയുകയായിരുന്നു ഇവിടെ ജമ്മുവിലെ ആളുകൾ. അതിനുശേഷം പിന്നീട് കാര്യമായ അക്രമ സംഭവങ്ങളൊന്നും തന്നെ അതിർത്തി മേഖലകളിൽ നിന്നുണ്ടായില്ല. ജമ്മുവിലേക്കും അത്തരം ഒരു സംഭവങ്ങൾ ഉണ്ടായില്ല. അതുകൊണ്ട് പിന്നീട് ഒരു സമാധാനത്തിൻ്റെ മണിക്കൂറുകളാണ്. ഇന്ന് പകലും സമാധാനപൂർവ്വം കഴിഞ്ഞു. ഇന്നിപ്പോൾ വൈകിട്ടായപ്പോഴും മറ്റ് അനിഷ്ട സംഭവങ്ങൾ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാനുള്ള സമയമായി എന്നുള്ളൊരു തോന്നൽ ജമ്മുവിലെ ആളുകൾക്ക് ഒക്കെ തന്നെ ഉണ്ട്. പക്ഷേ ഇന്നും കടകമ്പോളങ്ങൾ ഏതാണ്ട് പാതിയിലേറെയും അടഞ്ഞു തന്നെ കിടക്കുന്നു. വൈകിട്ടൊക്കെ ആയപ്പോഴേക്കും ഈ റോട്ടിലൊന്നും തന്നെ ആരുമില്ല. ഇപ്പോൾ ഇവിടെയുള്ള തെരുവ് വിളക്കുകൾ ഏതാണ്ട് ഭൂരിഭാഗവും ഇപ്പോൾ അണഞ്ഞ അവസ്ഥയിലാണ്. കടകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഏതാണ്ട് റോഡുകളൊക്കെ തന്നെ ഇരുട്ടുമൂടിയ അവസ്ഥയുണ്ട്. വളരെ കുറച്ച് കടകളുണ്ട്, അതിൽ ഉള്ള വെളിച്ചം മാത്രമേ ഇപ്പോഴുള്ളൂ. നേരത്തെ നമ്മൾ കുട്ടികളടക്കമുള്ള ആളുകളോടൊക്കെ ചോദിച്ചിരുന്നു. അവരൊക്കെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാനുള്ള ആഗ്രഹത്തിലാണ്. കുട്ടികൾ സ്കൂളുകൾ അന്ന് ഈ പഹൽഗാം ആക്രമണം ഉണ്ടായ അതിന് പിന്നാലെ അടച്ചതാണ്.
പിന്നീട് ഇത്ര ദിവസമായി സ്കൂളൊന്നുമില്ല, അതൊക്കെ ഒന്ന് തുറന്ന് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുന്നതിനെക്കുറിച്ച് കുട്ടികളടക്കമുള്ള ആളുകൾ ആലോചിക്കുന്നു. ഒപ്പം തന്നെ ജമ്മുവിൽ വിവിധ ക്യാമ്പുകളുണ്ട്. ക്യാമ്പുകളിൽ കഴിയുന്ന അതിർത്തി മേഖലയിലെ ജനങ്ങളുണ്ട്. അവർക്ക് തിരിച്ചുപോക്ക് എന്ന് സാധിക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം തിരിച്ചു പോയാലും ഇനി വീണ്ടും ഒരിക്കൽ കൂടി പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രകോപനം ഉണ്ടാകുമെന്ന് ഭയമുണ്ട്. കാരണം കാലാകാലങ്ങളെയും LOC ലൈൻ ഓഫ് കൺട്രോളിൽ സീസ് ഫയർ വയലേഷൻ, വെടിനിർത്തൽ ലംഘനം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു അനുഭവം മുന്നിൽ നിൽക്കെ അത്തരം അക്രമ സംഭവങ്ങളിലൊക്കെ ആദ്യത്തെ മുറിവ് ഏറ്റുവാങ്ങേണ്ടി വരുന്ന ജനങ്ങൾ എന്നുള്ള നിലയ്ക്ക് അവർക്ക് അവിടേക്ക് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു പേടി ഏതായാലും ഉണ്ട്. അവരെ മാറ്റി സ്ഥാപിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യമൊക്കെ ചിലരൊക്കെ ആ ക്യാമ്പിൽ പോയപ്പോൾ നമ്മളോട് തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു. ആ തരത്തിൽ ഒരു ഭയം അതിർത്തി മേഖലയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുമുണ്ട്. അത് മാറണമെങ്കിൽ ഈ ഒരു സമാധാന കാലം അത് കുറച്ചധികം ഇതുപോലെ തന്നെ നീണ്ടു നിൽക്കേണ്ടി വരും. ഏതായാലും ജമ്മു സാധാരണ നിലയിലേക്ക് പതിയെ മടങ്ങുകയാണ്. ഇനിയിപ്പോൾ അക്രമ സംഭവങ്ങൾ വരും ദിവസങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ ഈ തരത്തിൽ പതിയെ അതിൻ്റെ പഴയ താളത്തിലേക്ക് പോവുകയും ചെയ്യും. യെസ്, അതാണ് ശ്രീനാഥ് ചന്ദ്രന് പങ്കുവെക്കാനുള്ളത്. ജമ്മുവിൽ നിന്നും അവിടെ സ്ഥിതിഗതികൾ പഴയപടിയാവുന്നു എന്നുള്ളതാണ്. പൂർണ്ണമായി ജനങ്ങളുടെ ഒരു ഭീതിയൊക്കെ മാറാൻ ഒരുപക്ഷെ 1-2 ദിവസങ്ങൾ കൂടി എടുക്കുമായിരിക്കും എന്നാണ് നമ്മുടെ പ്രതിനിധികൾ ഈ അതിർത്തി ഗ്രാമങ്ങളിൽ നിന്നും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ലക്ഷ്യം വെച്ചത് ഭീകരരെ മാത്രമാണെന്ന് പ്രതിരോധ സേന വ്യക്തമാക്കുന്നു. 9 ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചു, 100-ലധികം ഭീകരരെ വധിച്ചു. പുൽവാമ ഭീകരാക്രമണത്തിലും കാണ്ഡഹാർ വിമാനറാഞ്ചലിലും ഭാഗമായ കൊടും ഭീകരരെ വധിച്ചുവെന്നും സേന വ്യക്തമാക്കി. ഇന്ത്യ നേരിട്ട ആക്രമണങ്ങളെക്കുറിച്ചും നൽകിയ തിരിച്ചടികളെക്കുറിച്ചുമുള്ള വീഡിയോ പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു വാർത്താ സമ്മേളനം തുടങ്ങിയത്. സൈന്യത്തെയും നിരപരാധികളായ വിനോദസഞ്ചാരികളെയും ആക്രമിച്ചപ്പോഴാണ് തിരിച്ചടിക്കണമെന്ന തീരുമാനത്തിലേക്ക് സേന എത്തിയത്. അങ്ങനെയാണ് 9 ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടത്. There were 9 camps that you are now all familiar with, which were confirmed by our various intelligence agencies to be inhabited. Some of these were in POJK, while there were others that were located in the Punjab province in Pakistan. Nefarious places such as Muridke, the hub center of the Lashkar-e-Taiba, has over the years bred infamous characters such as Ajmal Kasab and the likes of David Headley. ആക്രമണത്തിന് മുൻപും ശേഷവുമുള്ള ദൃശ്യങ്ങളും സേന പുറത്തുവിട്ടു. The Chunia air defense radar, which was taken out on 7th and 8th, this is the radar site. A blown up photograph once again on a tower, not very clear, but what you see very clearly is the after effect after we have struck. The radar. പരിഭ്രാന്തരായ പാകിസ്ഥാൻ ഇന്ത്യയുടെ അതിർത്തിയിലെ ജനവാസ മേഖലകൾ ആക്രമിച്ചു. ശ്രീനഗർ മുതൽ ഗുജറാത്തിലെ കിലിയ വരെയുള്ള സൈനിക കേന്ദ്രങ്ങളും തന്ത്രപ്രധാന സ്ഥാപനങ്ങളിലും ആക്രമണം നടത്താൻ ശ്രമിച്ചു. പക്ഷേ എല്ലാം ചെറുക്കാനായി. ഭീകരരെ മാത്രമാണ് ലക്ഷ്യമിട്ടതെന്നും പാകിസ്ഥാൻ പ്രകോപിച്ചതിനാലാണ് തിരിച്ചടിക്കേണ്ടി വന്നതെന്നും പ്രതിരോധ സേന വ്യക്തമാക്കി. ഇനിയും പ്രകോപനം തുടർന്നാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് കൂടി നൽകിയാണ് വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. 24 ഡൽഹി. വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് പാക് DGMO വിളിച്ചതിന് ശേഷമെന്ന് ഇന്ത്യയുടെ DGMO ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖൈ. വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷവും പാക് സൈന്യത്തിന്റെ പ്രകോപനമുണ്ടായി. സേന ശക്തമായി തിരിച്ചടിച്ചു. വെടിനിർത്തൽ തുടർന്നും ലംഘിച്ചാൽ ശക്തമായി തിരിച്ചടി നൽകുമെന്നും സൈന്യം മുന്നറിയിപ്പ് നൽകി. ഇന്നലെ 3:35 പാകിസ്ഥാന്റെ DGMO ഇന്ത്യയുടെ DGMOയുമായി സംസാരിച്ചത്. തുടർന്നാണ് വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിയത്. ധാരണ നിലവിൽ വന്നിട്ടും പാക് പ്രകോപനം തുടർന്നു. ഇന്നും പ്രകോപനമുണ്ടായാൽ സേനാ കമാൻഡർമാർക്ക് തിരിച്ചടിക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. It took only a couple of hours for the Pakistan army to violate these arrangements by cross-border and across the line of control firing through last night and in the early hours of the morning today. These violations were responded to robustly and dealt with as they must be. സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുള്ള പാകിസ്ഥാന്റെ നീക്കം പരാജയപ്പെട്ടുവെന്ന് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ. That we have the capability to target every system at these bases and more. However, it was only a measured response to instill good wisdom to our adversary to refrain from further escalation. പാകിസ്ഥാന്റെ തുടർ നീക്കങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. അതിർത്തി മേഖലകളിൽ അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട്. പ്രകോപനത്തിനൊരുങ്ങിയാൽ തങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പാകിസ്ഥാൻ അറിയുമെന്നും സൈന്യം വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂരിൽ പ്രധാന പങ്കുവഹിച്ചത് വ്യോമസേനയായിരുന്നു. നാവികസേനയും ദൗത്യത്തിന്റെ ഭാഗമായി ഉപയോഗിച്ച ആയുധങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്താൻ കഴിയില്ലെന്നും സൈന്യം അറിയിച്ചു. 24 ഡൽഹി.
വെടിനിർത്തലിനായി അമേരിക്ക, ചൈന, സൗദി രാജ്യങ്ങളിൽ നേരിട്ടെത്തി പാക് സൈനിക മേധാവി ഇടപെടൽ അഭ്യർത്ഥിച്ചതായി റിപ്പോർട്ടുകൾ. ഇന്ത്യൻ ആക്രമണത്തിൽ പാക് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർന്നതിന് പിന്നാലെയായിരുന്നു അനുനയം വേണമെന്ന് ആവശ്യപ്പെട്ട് പാക് സൈനിക മേധാവി രാജ്യം വിട്ടത്. അതിനിടെ ഇന്ത്യയുടെ തിരിച്ചടിയിൽ പാകിസ്ഥാന്റെ വ്യോമതാവളം തകർന്നതായി ദൃശ്യങ്ങൾ സഹിതം പാക് മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചു. അതിർത്തിയിലെ പാക് പ്രകോപനത്തിന് ഇന്ത്യ തിരിച്ചടിക്കുമ്പോൾ പാക് സൈനിക മേധാവി രാജ്യത്തുണ്ടായിരുന്നില്ല. അസീം മുനീർ വിദേശ രാജ്യങ്ങളിൽ ഇടപെടൽ തേടി പോയിരിക്കുകയായിരുന്നു എന്നാണ് വിവരം. അമേരിക്ക, ചൈന, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളോടാണ് ഇന്ത്യയെ അനുനയിപ്പിക്കാൻ ഇടപെടണമെന്ന് നേരിട്ടെത്തി ആവശ്യപ്പെട്ടത്. പാക് വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ത്യ തകർത്തതിന് പിന്നാലെ സംഘർഷം തുടർന്നാൽ ഉണ്ടായേക്കാവുന്ന തിരിച്ചടികൾ ഭയന്നാണ് പ്രോട്ടോകോൾ ലംഘിച്ചുള്ള പാക് സൈനിക മേധാവിയുടെ യാത്ര. ഇതിന് പിന്നാലെയാണ് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഇരു രാജ്യങ്ങളുമായി ചർച്ച നടന്നതും വെടിനിർത്തൽ കരാറിലെത്തിയതും. ധാരണയിലെത്താൻ ആദ്യം മുൻകൈയെടുത്തത് പാകിസ്ഥാനാണെന്ന് വിദേശകാര്യ മന്ത്രാലയവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനിടെ ഇന്ത്യയുടെ തിരിച്ചടിയിൽ പാകിസ്ഥാനിലെ റഹിംയാർ ഖ്യാൻ വ്യോമതാവളം തകർന്നതായി പാക് മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചു. ശനിയാഴ്ച പുലർച്ചെ നടത്തിയ മിസൈൽ ആക്രമണത്തിലാണ് പാക് പഞ്ചാബിലെ വിമാനത്താവളം തകർന്നത്. പാക് UAE നയതന്ത്ര പങ്കാളിത്തത്തോടെ നിർമ്മിച്ച വ്യോമതാവളമാണിത്. വിമാനത്താവളം തകർന്നതിന്റെ ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നിട്ടുണ്ട്. തിരിച്ചടിക്ക് ഇന്ത്യ ബ്രഹ്മോസ് മിസൈലുകളും ഉപയോഗിച്ചതായി പാക് മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചു. വെടിനിർത്തൽ ധാരണയ്ക്ക് പിന്നാലെ പാകിസ്ഥാൻ വ്യോമപാത തുറന്നു. അതേസമയം ഇന്ന് അതിർത്തി പ്രദേശങ്ങളിൽ ഒന്നും പാക് പ്രകോപനമുണ്ടായില്ല. മുൾമുനയിൽ നിന്ന ദിവസങ്ങൾ അകലുകയാണ്. രാജ്യം തിരികെ ശാന്തതയിലേക്ക് നടക്കുന്നു. എങ്കിലും അതിർത്തി ഗ്രാമങ്ങളിൽ സേനകൾക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ദില്ലിയിൽ നിന്നും അഭിലാഷ് തൊഴുവങ്കോടിനൊപ്പം അജീഷ് ജയകുമാർ, 24. ഇപ്പോൾ ലഭിച്ച മറ്റൊരു വാർത്തയിലേക്കാണ്. വയനാട് കൂളിവാലിൽ മദ്യലഹരിയിൽ ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥന് ഓടിച്ച കാറിടിച്ച് അപകടമുണ്ടായിരിക്കുന്നു. കണിയാമ്പറ്റ സ്വദേശി മനീഷാണ് വാഹനം ഓടിച്ചത്. 2 വാഹനങ്ങളിൽ കാറിടിച്ചു. മനീഷിനെ പനമരം പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്തു. എന്താണ് സംഭവിച്ചത്? ഇതിന് ചാവിയോടെയുള്ള വണ്ടി സൈഡാക്കട്ടെ. അതിന് ചാവിയോടെയുള്ള വണ്ടി സൈഡാക്കട്ടെ. ചാവി ഉണ്ടോ? സൈഡാക്കട്ടെ. വണ്ടി ബ്ലോക്കാ. എന്താ എന്റെ പേരെന്നാ പറഞ്ഞത്? മനീഷ്. എവിടെയാ സ്ഥലം? എവിടെയാ? കണിയാമ്പറ്റ. ആരെങ്കിലും വിളിക്കണോ? അതിന്റെ കുടുംബക്കാരാ? അപ്പൊ വണ്ടി റോട്ടിലോ നീ സൈഡിലോ ആയാലും ശരിയാവുക. വണ്ടി താക്കോലോട്ടെ. യെസ്, കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ സുജിത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് ടെലിഫോണിൽ ചേരുന്നു. സുജിത്ത്, എന്താണ് സംഭവിച്ചതെന്ന് ഏതാണ്ട് വ്യക്തമാണ്. നല്ല മദ്യലഹരിയിലാണ് ഈ ജയിൽ ഉദ്യോഗസ്ഥനാണെന്ന് പറയുന്നു. ഒപ്പം ഈ കാറിടിച്ച് ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ? ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? പ്രജിൻ, ഇന്ന് രാത്രിയിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. മദ്യപിച്ച് കാർ ഓടിച്ച ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥനാണ് 2 വാഹനങ്ങളിൽ ഇടിച്ചത്. വാഹനം വയനാട് കൂളിവയലിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. കൂളിവയൽ ആണ് ഇങ്ങനെ ഒരു സംഭവം. ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥനായ കണിയാമ്പറ്റ സ്വദേശി മനീഷാണ് വാഹനം ഓടിച്ചിരുന്നത്. വാഗണർ കാറാണ്. ഈ കാറ് നിർത്തിയിട്ട ഓൾട്ടോ കാറിനൊപ്പം തന്നെ ബൊളോറോ പിക്കപ്പിലും ഇടിക്കുകയായിരുന്നു. ഈ ബൊളോറോ വാഹനം ഗുണ്ടൽപേട്ടിലേക്ക് പോവുകയായിരുന്നു. ഈ വാഹനത്തിനാണ് ഇടിച്ചിരിക്കുന്നത്. അപകടത്തെ തുടർന്ന് അദ്ദേഹത്തിന് സംസാരിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയായിരുന്നു. മദ്യലഹരിയിലായിരുന്നു എന്നുള്ളത് വ്യക്തമാകുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. തുടർന്ന് ഈ ഉദ്യോഗസ്ഥനെ നാട്ടുകാർ പനമരം പോലീസിൽ ഏൽപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. നിലവിൽ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തു വരികയാണെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാവുന്നുണ്ട്. എന്തായാലും നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. കാരണം അമിതമായ മദ്യലഹരിയിലാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന ആരോപണം. പ്രജിൻ. യെസ്, സുജിത് അയ്യപ്പത്താണ് വിശദാംശങ്ങൾ നൽകിയത്. ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണയ്ക്ക് ഇടപെട്ടെന്ന് ആവർത്തിച്ചും കശ്മീർ പ്രശ്ന പരിഹാരത്തിന് ഇടപെടാൻ തയ്യാറെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ വാദം ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിയോട് ചോദ്യങ്ങളുമായി കോൺഗ്രസ് രംഗത്തെത്തി. അതേസമയം ഇന്ത്യൻ ആക്രമണത്തിന് പിന്നാലെയാണ് പാകിസ്ഥാൻ സമവായത്തിന് തയ്യാറായതെന്ന് BJP അവകാശപ്പെട്ടു. ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണ സംബന്ധിച്ച് ആദ്യം പുറംലോകം അറിഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണത്തിലൂടെയായിരുന്നു. താൻ ഇടപെട്ടാണ് ധാരണയുണ്ടാക്കിയതെന്ന ട്രംപിന്റെ അവകാശവാദം ഇന്ത്യ സ്ഥിരീകരിച്ചിട്ടില്ല. ഇതിനിടെയാണ് വീണ്ടും അവകാശവാദം. കശ്മീർ പ്രശ്നപരിഹാരത്തിന് ഇടപെടാമെന്നും ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. ഇത് ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിയോട് ചോദ്യങ്ങളുമായി കോൺഗ്രസ് രംഗത്തെത്തി.
മൂന്നാം കക്ഷി മധ്യസ്ഥതയ്ക്ക് വാതിലുകൾ തുറന്നിട്ടോ? പ്രശ്നപരിഹാരത്തിന് നയതന്ത്ര മാർഗങ്ങൾ തേടുന്നുണ്ടോ? ഷിംല കരാർ ഉപേക്ഷിച്ചോ? 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ ഇന്ദിരാഗാന്ധിയുടെ നിലപാട് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസിന്റെ ഈ ചോദ്യങ്ങൾ. എന്നാൽ 1971 യുദ്ധവുമായി ഇപ്പോഴത്തെ സാഹചര്യത്തെ താരതമ്യപ്പെടുത്താനാകില്ലെന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ഡോക്ടർ ശശി തരൂർ എം പി. Peace is necessary for us. The truth is that the circumstances of 1971 are not the circumstances of 2025. There are differences. 1971 was a great achievement of our history. I'm proud of it as an Indian. Indira Gandhi ji rewrote the map of the subcontinent, but the circumstances were different. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം വിളിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. പ്രത്യേക പാർലമെന്റ് സമ്മേളനം ചേരണമെന്നാവശ്യപ്പെട്ട ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. അതേസമയം ഇന്ത്യൻ ആക്രമണത്തിൽ വ്യോമതാവളങ്ങൾ തകർന്നതോടെയാണ് പാകിസ്ഥാൻ സമവായ നീക്കത്തിന് തയ്യാറായതെന്നാണ് BJPയുടെ അവകാശവാദം. ഇന്ത്യ തകർത്ത പാക് കേന്ദ്രങ്ങളുടെ ലിസ്റ്റ് BJP സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷ് പുറത്തുവിട്ടു. 24 ഡൽഹി. ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണയിൽ സന്തോഷമെന്ന് ലിയോ 14 മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ലോകത്തോടുള്ള ആദ്യ അഭിസംബോധനയിലാണ് ഇന്ത്യ പാക് സംഘർഷം ലിയോ 14 പരാമർശിച്ചത്. സമാധാനത്തിന്റെ സന്ദേശം ലോകമെങ്ങും പരക്കട്ടെയെന്നും സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വിശ്വാസികളെ അഭിസംബോധന ചെയ്ത് പോപ്പ് പറഞ്ഞു. ലോകത്തോടുള്ള ആദ്യ അഭിസംബോധനയിൽ സമാധാനത്തിന്റെ സന്ദേശവുമായി ലിയോ 14 മാർപ്പാപ്പ. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കെടുതികൾ സൂചിപ്പിച്ചായിരുന്നു മാർപ്പാപ്പയുടെ ഞായറാഴ്ച പ്രസംഗം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ ധാരണ സന്തോഷമുണ്ടാക്കി. സമാധാനം തുടരട്ടെയെന്നും മാർപ്പാപ്പ. Ho accolto invece con soddisfazione l'annuncio del cessate il fuoco tra India e Pakistan e auspico യുക്രൈൻ ജനതയുടെ ദുരിതം ഹൃദയത്തിലേറ്റുന്നു. യുക്രൈനിലെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ മാതാപിതാക്കളെ കാണാനാകട്ടെയെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നുവെന്നും മാർപ്പാപ്പ. ലോകത്തെല്ലായിടത്തും സംഘർഷങ്ങൾക്ക് അയവ് വരട്ടെ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ യുദ്ധവിരുദ്ധ നിലപാടുകൾ ഓർമ്മപ്പെടുത്തലാകട്ടെയെന്നും ഇനിയൊരു യുദ്ധമുണ്ടാകാതിരിക്കട്ടെയെന്നും ലിയോ 14 പാപ്പ പറഞ്ഞു. കയ്യടികളോടെയാണ് പുതിയ പാപ്പയുടെ വാക്കുകൾ സെയിന്റ് പീറ്റേഴ്സ് ചത്വരത്തിൽ ഒത്തുകൂടിയ ജനത സ്വീകരിച്ചത്. ഈ മാസം 18-നാണ് സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ലിയോ 14 പാപ്പയുടെ ഔദ്യോഗിക സ്ഥാനാരോഹണം. ഇന്റർനാഷണൽ ഡെസ്ക് 24. സ്ഥിതിഗതികൾ ശാന്തമായെങ്കിലും വീടുകളിലേക്ക് മടങ്ങാൻ ഭയപ്പെടുകയാണ് ജമ്മുകശ്മീരിലെ ക്യാമ്പുകളിൽ കഴിയുന്ന മനുഷ്യർ. വെടിനിർത്താൻ ധാരണയായ ശേഷം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രകോപനമാണ് ആശങ്കയാവുന്നത്. അതേസമയം ഒളിച്ചു കഴിയുന്ന ഭീകരവാദികളെ പിടികൂടാൻ വിവിധ ജില്ലകളിൽ വ്യാപകമായ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. बहुत फायरिंग हो रही है हमारे गांव में और हमारा सामान बहुत खराब हो गया. ജമ്മുവിലെ സായി ബന്ദക്കി ആശ്രമത്തിലെ ക്യാമ്പിൽ 100 കണക്കിന് പേർ കഴിയുന്നുണ്ട്. അതിർത്തി അശാന്തമായതോടെ വീട് വിട്ടു പോരേണ്ടി വന്നവരാണ്. മടക്കവും സാധാരണ ജീവിതവും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ശാശ്വതമായ സമാധാനം എന്നത് എത്ര അകലെയാണെന്ന് അറിയില്ല. 3-4 दिन हुए. हाँ जी 3-4 दिन हुए आए हुए. हालत कैसे आपका? हाल तो बहुत बुरा है. നിയന്ത്രണ രേഖയിൽ വെടിവെച്ച് നിലച്ച കാലം ഉണ്ടായിട്ടില്ല. എക്കാലത്തും ആദ്യ മുറിവ് ഏറ്റുവാങ്ങേണ്ടി വരുന്നവരാണ് ഈ മനുഷ്യർ. സൈന്യത്തിൽ മാത്രം വിശ്വസിച്ചാണ് പ്രതിസന്ധി നിറഞ്ഞ ജീവിതം തള്ളി നീക്കുന്നത്. കഴിയുമെങ്കിൽ മറ്റൊരിടത്തേക്ക് മാറ്റി താമസിപ്പിക്കണമെന്ന് സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയാണ് ചിലർ. ഇന്ത്യൻ സൈന്യം വെടിവെച്ചിട്ട പാക് ഡ്രോണിന്റെ ഭാഗങ്ങളൊന്ന് പതിച്ച് ഉദ്ധംപൂരിലെ വ്യോമത്താവളത്തിലുള്ള സൈനികൻ വീരമൃത്യു വരിച്ചു. എയർബേസിലെ മെഡിക്കൽ അസിസ്റ്റന്റായ സുരേന്ദ്രകുമാർ മോഗയാണ് വീരമൃത്യു വരിച്ചത്. അതേസമയം ജമ്മു കാശ്മീരിൽ ഭീകരവിരുദ്ധ നടപടി ശക്തമാക്കുകയാണ് ജമ്മു കാശ്മീർ പോലീസ്. കുൽഗാം അടക്കം പല ജില്ലകളിലും പുലർച്ചെ മുതൽ സ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ റെയ്ഡ് നടക്കുന്നുണ്ട്. താൽക്കാലികമായ ഒരു വെടിനിർത്തലല്ല, ശാശ്വതമായ സമാധാനമാണ് കശ്മീരിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ജമ്മുവിലെ ഒരു ക്യാമ്പിൽ നിന്നും മോഹൻകുമാറിനൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24.
ഓപ്പറേഷൻ സിന്ദൂറിനെ വിമർശിച്ച മലയാളി യുവാവിന്റെ വീട്ടിൽ മഹാരാഷ്ട്ര ATSന്റെ പരിശോധന. സ്വതന്ത്ര മാധ്യമപ്രവർത്തകനായ റിജാസ് എം ഷീബയുടെ കൊച്ചി കീർത്തിനഗറിലെ വീട്ടിലാണ് പരിശോധന. IB ഉദ്യോഗസ്ഥരും ഈ പരിശോധനയിൽ പങ്കെടുക്കുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് YS അഭിനന്ദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനും ആക്ടിവിസ്റ്റുമായ റിജാസ് എം ഷീബയുടെ കൊച്ചിയിലെ ഫ്ളാറ്റിലാണ് ഇത്തരത്തിലേക്ക് IB ഉദ്യോഗസ്ഥനുമൊപ്പം ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് മഹാരാഷ്ട്ര ATS സംഘവും ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിനെ അധിക്ഷേപിച്ചുകൊണ്ട് റിജാസ് എം ഷീബ രംഗത്തെത്തിയിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ മഹാരാഷ്ട്രയിലെ നാഗ്പൂർ പോലീസ് കേസെടുക്കുകയും പിന്നീട് നാഗ്പൂരിലെ ഹോട്ടലിൽ നിന്ന് റിജാസ് എം ഷീബയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പോൾ 13-ാം തീയതി വരെ റിജാസിനെ കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ കൊച്ചി കലൂർ ദേശാഭിമാനി റോഡിലെ കീർത്തി നഗറിലെ ഫ്ളാറ്റിലേക്ക് ഇപ്പോൾ IB ഉദ്യോഗസ്ഥരും ആന്റി ടെററിസ്റ്റ് സ്ക്വാഡും നേരിട്ടെത്തി ഇപ്പോൾ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 2 മണിക്കൂറായി പരിശോധനകൾ ഇപ്പോൾ തുടരുകയാണ്. അല്പസമയത്തിന് തന്നെ പരിശോധന അവസാനിക്കുമെന്നാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും കൃത്യമായി തന്നെ ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള സംഘമാണ് അല്പസമയം മുമ്പ് കൊച്ചിയിൽ എത്തിയത്. അതിനുശേഷമാണ് ഫ്ളാറ്റിലേക്ക് എത്തി ഇപ്പോൾ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുന്നത്. കുടുംബവുമായി സംസാരിക്കും. ഒപ്പം തന്നെ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട റിജാസിന് ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിലടക്കം വ്യക്തത വരുത്തുക എന്നതാണ് IB ഉദ്യോഗസ്ഥർ ലക്ഷ്യമിടുന്നത്. സർക്കാരിനെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിക്കുക എന്നടക്കമുള്ള കേസുകളാണ് ഇപ്പോൾ FIR-ൽ റിജാസിനെതിരെ ചുമത്തിയിരിക്കുന്നത്. എന്തായാലും ഇത് IBയുടെ നേതൃത്വത്തിലുള്ള ഒപ്പം ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് മഹാരാഷ്ട്ര ATS നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോഴും പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഇത് എന്ത് നടപടി ഇവർ സ്വീകരിക്കുമെന്നുള്ളത് വ്യക്തമാകുക. എന്തായാലും പോലീസിന്റെ നടപടിക്ക് പിന്നാലെ ATS-ഉം ഒപ്പം IB ഇന്റലിജൻസ് ബ്യൂറോയും ഇത്തരത്തിലേക്ക് ഒരു നടപടിയുമായി എത്തിയിരിക്കുകയാണ്. കൊച്ചിയിൽ നിന്നും അഭിജിത്ത് AS-നൊപ്പം YS അഭിനന്ദ്, 24. കേരളത്തിലെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്ന് നിയുക്ത KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. നാളെ ചുമതലയേൽക്കുന്നതിന് മുന്നോടിയായി K കരുണാകരന്റെ സ്മൃതി കുടീരത്തിലും ഉമ്മൻചാണ്ടിയുടെയും കല്ലറയിലും സണ്ണി ജോസഫ് സന്ദർശനം നടത്തി. സണ്ണി ജോസഫിനെതിരായ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനത്തിനെതിരെ ആന്റണി MP രംഗത്തെത്തി. നാടകീയ രംഗങ്ങൾക്കൊടുവിലാണ് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് സണ്ണി ജോസഫ് എത്തിയതെങ്കിലും പാർട്ടിയെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകാൻ തന്നെയാണ് നിയുക്ത പ്രസിഡന്റിന്റെ തീരുമാനം. ഇതിന്റെ ആദ്യപടി എന്ന നിലയ്ക്കാണ് പാർട്ടിയിലെ പ്രമുഖ നേതാക്കളായ കരുണാകരന്റെയും ഉമ്മൻചാണ്ടിയുടെയും കല്ലറയിൽ സണ്ണി ജോസഫ് എത്തിയത്. രാവിലെ 7:30 പൂങ്കുന്നം മുരളി മന്ദിരത്തിൽ K കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തി. തുടർന്നായിരുന്നു പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തിയത്. പുതിയ വൈസ് പ്രസിഡന്റുമാരായ ഷാഫി പറമ്പിൽ, PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ഐക്യമാണ് പുതിയ ടീമിന്റെ ദൗത്യമെന്നും കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്നും സണ്ണി ജോസഫ്. കേരളത്തിലെ കോൺഗ്രസിനെ ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഞങ്ങളുടെ ദൗത്യം നിർവഹണത്തിൽ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയാണ് ഈ ടീം പ്രതിജ്ഞാബദ്ധമായിട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. രാഷ്ട്രീയ കാര്യങ്ങളിൽ പ്രതികരണം നൽകാൻ സണ്ണി ജോസഫ് തയ്യാറായില്ല. ചുമതല ഏറ്റെടുത്ത ശേഷം ഇക്കാര്യങ്ങളിൽ മറുപടി എന്നാണ് നിലപാട്. അതേസമയം സണ്ണി ജോസഫിന് വെള്ളാപ്പള്ളിയുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്ന് ആന്റണി MP ഫേസ്ബുക്കിൽ കുറിച്ചു. വെള്ളാപ്പള്ളി നടേശൻ BJPയുടെയും CPM-ന്റെയും താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തനം ശക്തമായി തുടരട്ടെയെന്നും കോൺഗ്രസിന് ഉപദേശം നൽകാൻ സമയം കണ്ടെത്തേണ്ടെന്നും ആന്റണി വിമർശിച്ചു. ടോബി ജോൺസൺ, 24, കോട്ടയം. നിന്നുണ്ടായ ഒരു വലിയ അപകട വാർത്തയിലേക്കാണ്. കോഴിക്കോട് വടകരയിൽ വാഹനാപകടത്തിൽ കാർ യാത്രികരായ 4 പേർക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ 2 പേർ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയുമാണ്. കാർ വെട്ടിപ്പൊളിച്ചാണ് ആളുകളെ പുറത്തെടുത്തത്. കോഴിക്കോട് നിന്നും അഭിജിത്ത് മുഴക്കുന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മൂരാട് പാലത്തിന് സമീപം ദേശീയപാതയിൽ ഏതാണ്ട് 3:15 മണി സമയത്താണ് ഈ ഒരു അപകടമുണ്ടായത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ കാറും മറ്റൊരു ട്രാവലർ വാനും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ഈ കാറിനകത്ത് 6 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ 4 പേർക്ക് ജീവൻ നഷ്ടമായി എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ഇവരെ അപകടമുണ്ടായതിന് പിന്നാലെ തന്നെ ഈ കാറിൻ്റെ മുൻവശം വെട്ടിപ്പൊളിച്ചാണ് നാട്ടുകാരൊക്കെ ചേർന്ന് ഇവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. പക്ഷേ അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മാഹി പുന്നേൽ സ്വദേശിയായ റോജ, ജയവല്ലി, മായി റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ഷിഗിൻലാൽ, അഴിയൂർ സ്വദേശിയായ രഞ്ജി എന്നിവർക്കാണ് ജീവൻ നഷ്ടമായത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഒരു പക്ഷേ ഈ കാർ ഈ അരികുവശം ചേർന്ന് മുന്നോട്ട് വരികയായിരുന്നു. കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന കാറാണിവർ. നമ്മൾ മനസ്സിലാക്കിയതനുസരിച്ച് ഒരു കല്യാണത്തിന് പോകുന്നവരാണ് ഈ കാറിലുണ്ടായിരുന്നത്. അതിനിടയിലാണ് ഈ ദാരുണമായ അപകടമുണ്ടായത്. അഭിജിത്ത് മുഴക്കുന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇപ്പോൾ കണ്ടത്. അടുത്ത റിപ്പോർട്ടിലേക്ക് പോകുന്നു. മലപ്പുറത്ത് നിപ ബാധിതയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്.
മോണോക്ലോണൽ ആന്റിബോഡി ഒരു ഡോസ് കൂടി ഇന്നലെ വൈകിട്ട് നൽകി. 94 പേരാണ് ഇതുവരെ സമ്പർക്ക പട്ടികയിലുള്ളത്. 25 പേരുടെ പരിശോധനാ ഫലം കൂടി ഇതുവരെ നെഗറ്റീവായിട്ടുണ്ട്. നിപ്പയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് ആരോഗ്യവകുപ്പ് വിലയിരുത്തൽ. ഇന്നലെ ഹൈറിസ്ക് കാറ്റഗറിയിലുള്ള 8 പേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവായി. ഇതോടെ ആകെ നെഗറ്റീവായവരുടെ എണ്ണം 25 ആണ്. 94 പേരാണ് ആകെ സമ്പർക്ക പട്ടികയിലുള്ളത്. ഹൈറിസ്ക് വിഭാഗത്തിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് 40 പേരും പാലക്കാട് നിന്ന് 11 പേരും എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ നിന്ന് ഓരോരുത്തർ വീതവും ഉൾപ്പെട്ടിട്ടുണ്ട്. 6 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഇതിൽ 2 പേർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ICUവിലാണ്. നിപ പോസിറ്റീവായ 42-കാരിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. പെരിന്തൽമണ്ണ EMS ആശുപത്രിയിലാണ് രോഗിയുള്ളത്. വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ ജില്ലയിൽ സംയുക്ത പരിശോധന ആരോഗ്യവകുപ്പ് ആരംഭിച്ചു. പനി സർവേയുടെ ഭാഗമായി 1781 വീടുകളിൽ ആരോഗ്യ പ്രവർത്തകർ എത്തിയതായി മന്ത്രി അറിയിച്ചു. 24 മലപ്പുറം. പ്രൊഫസർ MP മന്മഥൻ സ്മാരക മാധ്യമ പുരസ്കാരം 24-ന് അങ്കമാലിയിലെ പെൺകുട്ടികൾക്കായുള്ള ഡി അഡിക്ഷൻ സെന്റർ എന്ന റിപ്പോർട്ടിനാണ് സീനിയർ റിപ്പോർട്ടർ നിതിൻ അംബുജന് പുരസ്കാരം ലഭിച്ചത്. 15,000 രൂപയും ശില്പവും അടങ്ങുന്ന അവാർഡ് ഈ മാസം 13-ന് വിതരണം ചെയ്തു. ഇനി ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. വാർത്താമഴ പൂർത്തിയാവുന്നു.